PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യാനുള്ള CPMന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. പദ്ധതിയെ ചൊല്ലി മുന്നണിയിൽ ഭിന്നത ശക്തമായ സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ്. ആലപ്പുഴയിൽ CPI എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നതിനിടെയാണ് അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ചത്. പ്രശ്നപരിഹാരത്തിനാണ് യോഗം എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മീറ്റിംഗിൽ പോവുകയല്ലേ, പ്രശ്നം പരിഹരിക്കാനാണ് മീറ്റിംഗ് നടത്തുന്നത്. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേർന്നു. വിജിൻ, എന്തൊരു ഫോർമുലയാകും സെക്രട്ടേറിയറ്റിൽ ഉരുത്തിരിയുക? അജിംസ്, എന്തായാലും 9:45 ആരംഭിച്ച സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർണായകമാകുക. സാധാരണഗതിയിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒപ്പം തന്നെ അതിനു മുമ്പ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. സാധാരണഗതിയിൽ CPM അത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ച് അത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇന്ന് അതിന് വിരുദ്ധമായി അസാധാരണമായി ഇന്നലെ മുഖ്യമന്ത്രി രാത്രി വിദേശ പര്യടനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള തീരുമാനമൊക്കെ കൈക്കൊള്ളുന്നു. എന്തെങ്കിലും തരത്തിൽ ഇതിൽ ഒരു വിട്ടുവീഴ്ച CPIയോട് ചെയ്യുമോ എന്നുള്ളതാണ് നിലവിൽ അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിൽ CPIയുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ CPM തയ്യാറാകുമോ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ കഴിയുമ്പോൾ വരുന്ന പ്രധാന കാര്യം. എന്തായാലും നിലവിൽ PMC പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുക എങ്ങനെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. CPI പക്ഷേ നയപരമായ വ്യതിയാനമാണ് നിലവിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിച്ച് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നുള്ള കൃത്യമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് CPI കടുപ്പിച്ച് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഭൂരിഭാഗം സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പറഞ്ഞത് ഇതിൽ ഒരു നയവ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ട്, CPI കൂടി വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു നിലപാടായിരുന്നു എടുത്തത്. ആ യോഗത്തിൽ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി MV ഗോവിന്ദൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു തരത്തിലുള്ള അനുനയത്തിനും CPI ഇതുവരെ തയ്യാറായിട്ടില്ല. പദ്ധതിയിൽ നിന്ന് പിന്മാറുക, ഒപ്പം തന്നെ മന്ത്രിസഭയിലോ LDFിലോ ചർച്ച ചെയ്യാതെ ഇങ്ങനെയൊരു നയപരമായ കാര്യത്തിൽ CPM ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് CPI ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിലും മറ്റ് ഒരു നിബന്ധനകൾ, അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകുക, ഒപ്പം തന്നെ RSS ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ നിന്ന് പിന്മാറുക, അങ്ങനെയുള്ള അതിന്റെ നിബന്ധനകളിൽ ഒരു കാരണവശാലും നിബന്ധനകൾ പാലിച്ച് നടപ്പിലാക്കില്ല എന്നുള്ളൊരു നിലപാട്, ഉറച്ച നിലപാട്, അത് CPM മുഖ്യമന്ത്രി തന്നെ നേരിട്ട് CPI അറിയിക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോടതിയൊക്കെ സമീപിച്ച് മാത്രമേ ഇനിയിപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയൂ. അങ്ങനെയാണ് കരാറിലെ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാവുകയോ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമായിരിക്കും CPIയെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതും അതുതന്നെയാണ്. PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. സാങ്കേതികമായുള്ള ഒപ്പുവെക്കൽ മാത്രമാണ് നടത്തിയതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM സെക്രട്ടേറിയറ്റിൽ ഏത് തരത്തിലുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നാണ് ഇനി അറിയാനുള്ളത്. അത് ഒരുപക്ഷെ CPIയെ അനുനയിപ്പിക്കാൻ പാകത്തിലുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം CPM വിളിച്ചു ചേർക്കുമായിരുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തന ശൈലി വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുക. അജിംസ്. ശരി വിജിൻ, ഇത് ഈ 2020 ഒരു സമാനമായ സംഭവത്തിലേക്ക് കൂടി നമ്മുടെ ഓർമ്മ ക്ഷണിക്കുന്നുണ്ട്. കാരണം 2020 കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്യാൻ ഉള്ള സർക്കാർ നീക്കം, അത് മുന്നണിയിലോ ക്യാബിനറ്റിലോ ചർച്ച ചെയ്യാതെ നടത്തിയ നീക്കത്തിനെതിരെ CPI രംഗത്തെത്തിയിരുന്നു. അതിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഒരു സെയിം സിറ്റുവേഷനാണ് ഇവിടെയും ഉള്ളത്. ഇതിൽ സർക്കാർ ഇപ്പോൾ സമ്മർദ്ദത്തിലാണ്. പിന്നോട്ട് പോകില്ല എന്നാണോ പിണറായിയുടെ വാശി? നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിലൊരു വാശി തുടർന്നാൽ അത് CPI കൂടുതൽ കടുത്ത നിലപാടുകളിലേക്കൊക്കെ പോകാൻ കാരണമാകും എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ CPM നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള പ്രധാന കാരണവും. മുഖ്യമന്ത്രി നേരത്തെ കൊച്ചിയിൽ എത്തും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുശേഷം ആലപ്പുഴയിലെ വിവിധ പരിപാടികളുണ്ട്. ഇന്ന് 11 മണിക്കുൾപ്പെടെ ഷെഡ്യൂൾഡ് പ്രകാരം മുഖ്യമന്ത്രിക്ക് പരിപാടിയുണ്ട്. പക്ഷേ ആ പരിപാടി ഉൾപ്പെടെ മാറ്റിവെച്ചാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിനർത്ഥം ഏതെങ്കിലും
ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ മാത്രം ആശയവിനിമയം നടത്തി CPI അനുനയിപ്പിക്കാനുള്ള ഒരു ആലോചനയല്ല. നയപരമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളിലുള്ള തീരുമാനം കൂടി എടുക്കാനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെയൊരു സെക്രട്ടേറിയറ്റ് യോഗം ഔദ്യോഗികമായി വിളിച്ചുകൊണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. എന്തായാലും നയപരമായ വിഷയങ്ങൾ തന്നെയാണ് നിലവിൽ AKG സെന്ററിൽ നടക്കുന്ന ഈ ചർച്ചയിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരുന്നത്. അത്തരം ചർച്ച തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് വേണം കരുതാൻ. കാരണം അതിനപ്പുറത്തേക്കായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയോ MV ഗോവിന്ദനോ മാത്രം ആശയവിനിമയം നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ചെയ്യുക. പക്ഷേ അതൊഴിവാക്കി ഇങ്ങനെ ഒരു അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ CPI എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അത് 10:30 ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞ ശേഷം ഒരു തീരുമാനത്തിലേക്ക്, കടുത്ത നിലപാടുകളിലേക്കോ അല്ലെങ്കിൽ CPM സമവായത്തിന് വഴങ്ങണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുക. അപ്പോഴാണ് അതിനുവേണ്ടിയുള്ള സമയം ആണ് ഇപ്പോൾ CPI നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തുന്നതുവരെയുള്ള കാലതാമസം നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. സെക്രട്ടേറിയറ്റ് യോഗവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് യോഗവും സംസ്ഥാന കൗൺസിൽ യോഗവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടന്നതാണ്. ഈ PM ശ്രീ ഒപ്പുവെച്ച ഘട്ടത്തിലാണ് അങ്ങനെ ഒരു യോഗമൊക്കെ നടന്നത്. അവർ അതിനുശേഷം അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തന്നെ ചേർന്ന് അതിൽ ഈ വിഷയം CPI ചർച്ച ചെയ്തിരുന്നു. അതിലാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം നിലപാട് അറിയിക്കാം എന്ന CPI വ്യക്തമാക്കിയത്. അത് 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം സമയമെടുത്താണ്. അതിനർത്ഥം മുഖ്യമന്ത്രി തിരിച്ചെത്തട്ടെ, മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയട്ടെ എന്നുള്ളത് തന്നെയാണ് CPI ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ ബിനോയ് വിശ്വവും വ്യക്തമാക്കിയത്. എന്തായാലും കടുത്ത നടപടി എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷ മുന്നണി വിട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും CPI പോകില്ല എന്നത് ഉറപ്പാണ്. ഇന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് LDFന്റെ ഭാഗമാണ് CPI, LDFിൽ തന്നെ ഉള്ള ഘടകകക്ഷിയാണ് CPI എന്നുള്ളതാണ്. അതിനർത്ഥം ഒരു കാരണവശാലും LDF വിടുന്ന തീരുമാനത്തിലേക്ക് പോകില്ല. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനം, അത്തരം കടുത്ത തീരുമാനത്തിലേക്കായിരിക്കും CPM വഴങ്ങുന്നില്ലെങ്കിൽ CPI എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ആലോചനകൾ നേതാക്കൾ തമ്മിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.